അമ്മമ്മ എന്റെ അമ്മയുടെ അമ്മയാണോ അതോ എന്റെ അച്ഛന്റെ അമ്മയാണോ? ഞാനേ മോളുടെ അമ്മയുടെ അമ്മ തന്നെയാ. അതിലെന്താ അത്ര സംശയം? അമ്മമ്മ പത്മാവതിയുടെ അമ്മയാണെങ്കി പിന്നെന്തിനാ സ്വന്തം മകളെ തള്ളി പറയുന്ന? മോള് മോളുടെ അച്ഛന്റെ വാക്ക് കേൾക്കാതിരിക്കാനോ അവനെ തള്ളി പറയാനോ പാടില്ല. അതുകൊണ്ടാ ഞാനങ്ങനെ പറഞ്ഞത്. അത് ഒരു തള്ളിപ്പറച്ചിലൊന്നല്ല. അത് തള്ളിപ്പറിച്ചിട്ട് തന്നെയാ. അമ്മമ്മയുടെ സപ്പോർട്ട് അച്ഛനുണ്ടായിരുന്നതുകൊണ്ടല്ലേ എനിക്ക് അച്ഛന് വാക്ക് കൊടുക്കേണ്ടി വന്നത്. ഓ, എന്തിനാ എന്നെ കൊണ്ട് അച്ഛന് വാക്ക് കൊടുപ്പിക്കാൻ കൂട്ടുനിന്നത്? എനിക്ക് എന്റെ അമ്മയെ കാണണ്ടേ? നീ കാരണം നിന്റെ അച്ഛൻ വേദനിക്കാൻ ഇടവരരുത്. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പ്രതാപനെയും പത്മയും വെച്ച് നോക്കുമ്പോ നിന്റെ കാര്യത്തില് കുറെ കൂടി ശരി പ്രതാപനാണെന്ന് എനിക്ക് തോന്നി. മനസ്സിലായില്ല. മറ്റൊന്നുമല്ല, എന്ത് കാരണങ്ങൾ കൊണ്ടായാലും സ്വന്തം മോളെ മറന്നു നടന്നവളാ പത്മ. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പിണങ്ങി പിരിഞ്ഞപ്പോ മോളെ അവൾക്ക് കൂടെ കൊണ്ടുപോവായിരുന്നു. അതവള് ചെയ്തില്ല. അതുമല്ല, ഇത്രയും കാലം മകളെ മറന്ന് അവള് നടക്കുകയും ചെയ്തു. അമ്മമ്മ മുഴുവൻ പറഞ്ഞു നിർത്ത്, എന്നിട്ട് ഞാൻ അതിനുള്ള മറുപടി പറയാം. ഭാര്യ പിരിഞ്ഞു പോയപ്പോ വളരെ ചെറുപ്പക്കാരനായ പ്രതാപന് രണ്ടാമതൊരു വിവാഹം ചെയ്യായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. വളർന്നു വരുന്നത് ഒരു പെൺകുഞ്ഞാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഒരു രണ്ടാനമ്മയുടെ ശല്യം അവൾക്കുണ്ടാവരുതെന്ന് കരുതി അവൻ മറ്റൊരു സ്ത്രീയെ കൂടെ കൂട്ടിയില്ല. നിന്നെ നേരാവണ്ണം വളർത്തി. തന്നെ വഞ്ചിച്ചുവെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രതാപന് ഏറെക്കുറെ പത്മയുടെ രൂപസാദൃശ്യമുള്ള നിന്നോട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം തോന്നിയെന്നുള്ളത് സത്യമാണ്. അത് സ്വാഭാവികം. നിന്റെ കാര്യത്തില് അമ്മയേക്കാൾ അച്ഛനാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അതാ അവൻ പറയുന്ന വാക്കനുസരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. പിന്നെ ഉള്ളു തുറന്ന് അവന് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് രണ്ടാണ് കാരണം. ഒന്ന്, പത്മയോടുള്ള വൈരാഗ്യം. രണ്ട്,